കലാഭവൻ സത്യഭാമ അവർ വീണ്ടും ചർച്ചയാവുകയാണ്. വയസ്സാങ്കാലത്ത് എന്തെങ്കിലും കഴിച്ച് നാമവും ഒക്കെ ജപിച്ച് എവിടെയെങ്കിലുമൊക്കെ സമാധാനമായിട്ട് അടങ്ങിയിരിക്കേണ്ട സമയത്ത് അവർ വൈറലാകുവാനുള്ള കഠിനാധ്വാനത്തിലാണ്. ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളൊക്കെ കാണുമ്പോൾ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രം എന്നൊരു മാരക വിപത്ത് ഇവരെ പിടികൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആ വിവാദം ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സ്നേഹ ശ്രീകുമാറിനെതിരെ അവർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. ഊത്തക്കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി. നീ വലിയ ആർട്ടിസ്റ്റാണ് നിന്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. കലാമണ്ഡലത്തില് ഓട്ടംതുള്ളില് പഠിച്ച ഒരുത്തി. ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കും. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ, അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ. എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? സത്യത്തിൽ ഇവർക്കിത് എന്തിന്റെ കേടാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ഭക്ഷണവും കഴിച്ച് കുടുംബത്തോടൊപ്പം മാക്സിമം സമയവും ചിലവഴിച്ച് പ്രാർത്ഥനയും ജപവും ഒക്കെയായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും. എന്നാൽ സമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയും അവരുടെ സ്വസ്ഥത കളയുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നതിൽ കൂടി ഇവരുടെ വില തന്നെ കളഞ്ഞു കുളിക്കുകയാണ് എന്നുള്ള കാര്യം സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല. കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ സത്യത്തിൽ ഇവരെ ആർക്കും അറിയില്ലായിരുന്നു. സമൂഹത്തിൽ 4 ആൾ വരെ അറിഞ്ഞു തുടങ്ങിയത് ഇത്തരത്തിലുള്ള തോന്നിവാസ വർത്തമാനങ്ങൾ പല ആൾക്കാരെയും കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ കൂടി പരസ്യമായി പറയുവാൻ തുടങ്ങിയപ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വൈറലായ ഒരാളല്ല, പോക്കൃത്തരങ്ങൾ പറയുന്നതിന്റെ പേരിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് ഈ സത്യഭാമ. ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ നിയമപരമായി നേരിടുക എന്നുള്ളതിനപ്പുറം എന്തു ചെയ്യാൻ പറ്റും? എന്തായാലും സ്നേഹ ശ്രീകുമാർ ഇവരെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം. കുറച്ചു കാലം മുമ്പ് ഇവരുണ്ടാക്കിയ ഒരു വിവാദത്തോടുള്ള ബന്ധത്തിൽ അവർ പ്രതികരിച്ചതാണ്. പക്ഷെ അമ്മച്ചി ഇപ്പോഴാണത് കേട്ടത്. അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു. അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത്. ഒരു ടീച്ചറിനൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല. അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല. നോർമലി നമുക്കറിയാം, നമ്മള് മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ്. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ദയവേത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത്, ഇത്തരം ജഡ്ജസിനെ ദയവേത് നിങ്ങൾ വിളിക്കരുത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. ദയവേത് അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ രാമകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാഭവൻ ചേട്ടന്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു.
അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ. അപ്പോ രാമകൃഷ്ണേട്ടനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട്, ഈ വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത്? അവർക്ക് തന്നെയാണ്. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 66 വയസ്സായി, എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതും. പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായി ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത്രയും എനിക്ക് എതിർപ്പാണ് അവരോട്. ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ പരാജയമായി പോയ സ്ത്രീയായിരുന്നു ഇവർ. ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയി. സ്വാഭാവികം. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും ഒരാൾക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, അല്ല സമാധാനമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയാളെ ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ജീവനും കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയല്ലോ. പിന്നെയുള്ളത് ഒരേ ഒരു മകനാണ്. മകൻ ഇവരെക്കാൾ അപ്പുറമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജീവിതം, സ്വന്തം കുടുംബ ജീവിതം, അവിടെ ഉണ്ടാകുന്ന അലോസരങ്ങളും അപസ്വരങ്ങളും അമർച്ച ചെയ്യുവാൻ കഴിയാതെ, സ്വന്തം കുടുംബത്തെ നേരെ ചൊവ്വെ നിയന്ത്രിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പലവട്ടം തെളിയിക്കപ്പെട്ട വ്യക്തിയാണിവർ. അവരാണ് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരുടെ കലയെയും കളറിനെയും ശരീരത്തെയും ഒക്കെ നോക്കി നിരന്തരം നെറികേട് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെക്കുറിച്ച് നമ്മൾ അനാവശ്യങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ ആ മേഖലയിൽ പെർഫെക്റ്റ് ആയിരിക്കണം. സ്വന്തം കണ്ണിൽ വൻമരങ്ങൾ കടപുഴകി വീണ് കിടക്കുകയാണ്. അപ്പോഴാണ് വല്ലവന്റെയും കണ്ണിലെ ചെറിയ കരടുകൾ പെറുക്കിയെടുക്കുവാൻ വേണ്ടി ഇവർ കഠിനാധ്വാനം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ഇത്തരമൊരവസ്ഥയിലേക്ക് ഒരാൾ വീണുപോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രായവും ഇത്രയും ആയതുകൊണ്ട് ഇവരെ നേരെയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇവർ വീണ്ടും മറ്റാർക്കെങ്കിലും എതിരെ ഇതുപോലത്തെ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് പിന്നെയും പ്രത്യക്ഷപ്പെടും. പിന്നെയും ഇവർ ചർച്ചയായി മാറും. ഇവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഷഫീന ബീവി തൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്നടിക്കുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമയുടെ മകൻ അതൊരു ഒന്നൊന്നര ഉരുപ്പടി തന്നെയായിരുന്നു. അയാള് ഷഫീന ബീവിക്ക് ഉണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകൾ, അതേക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ഈ കലാമണ്ഡലം സത്യഭാമയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതിനൊരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടു. ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അമ്മയുടെ പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. അവരെ ഒന്ന് സേഫ് ആക്കണം. ഇനി ആ അമ്മയ്ക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഈ മകനെ കൊണ്ട് വരാൻ പാടില്ല. ഇപ്പൊ ഈ അമ്മയുടെ ഇതെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ എന്തുകൊണ്ടാണ് എന്നെയും ഷെഫീന ചേച്ചിയും ഇത്രയും വൃത്തികെട്ട രീതിയിൽ തെറി വിളിച്ചതെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ഇയാളെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിക്കുകയാണ്. അതായത് വിവരമില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചത് കൊണ്ടാണ് ഇയാൾ പെൺകുട്ടികൾ എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നമ്മളെ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ അമ്മയുടെ വയറ്റിലാണല്ലോ ഇങ്ങനെ ഒരു അസുര വിത്ത് ജനിച്ചതെന്നാണ് എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നുള്ളൂ. കാര്യം ആ അമ്മ അത്രയ്ക്കും ഒരു പാവം പിടിച്ച ഒരു അമ്മയാണ്, അല്ലേ ചേച്ചി? ഈ പ്രസ്താവന വീണ്ടും തിരുത്തി പറയേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അമ്മയുടെ വയറ്റിൽ പിറന്ന ആ ചെക്കൻ അങ്ങനെ ആയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. വിവരമില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയായി പോകും എന്ന് അന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അത് കൃത്യമാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ? എന്തായാലും ബാക്കിയൂടെ കേൾക്കാം. സത്യഭാമ എന്നാണ് എന്റെ പേര്. കൊച്ചെന്നെ അന്വേഷിച്ചോ, എന്റെ ഒരു കാര്യമില്ലാതെ എന്റെ ദൈവത്തിനാണ് ഞാൻ എന്റെ മോനെ പിടിച്ചൊന്നും ആണയിടുന്നില്ല. എന്റെ പ്രസവിച്ച എന്റെ അമ്മയാണ്. ഞാൻ പറയട്ടെ, ഒരു പെണ്ണ് എപ്പോഴും വിളിച്ച് അവൾക്കൊരു കൊച്ചുണ്ടോ 9 വയസ്സായ? അതെ. എനിക്ക് ഇതെല്ലാം ഞാൻ ഇവനോട് കിണ്ടി ചോദിച്ചപ്പോ എന്റെ അടുത്ത് അത് പറഞ്ഞു. ഇവള് നിരന്തരമായിട്ട് ഇവന്റെ കഴുത്തി പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കണം. അപ്പൊ ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തോണ്ടാ. ഇവനൊന്നും അങ്ങനെയൊന്നും ഒരു പെണ്ണിനെ അവന്റെ അടുത്ത് ഇവന് ജീവിക്കാൻ പറ്റൂല. ഇവന്റെ സ്വഭാവം. ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അറിയോ? ഞാൻ 10, 100, 200 പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാമ എന്നാണ് എന്റെ പേര്. കൊച്ചെന്നെ അന്വേഷിച്ചോ, എന്റെ യൂട്യൂബ് സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പോക്കർത്തനം പറഞ്ഞാൽ മേഡം നമ്മുടെ പേരൊക്കെ പറയുമ്പോ എന്നിട്ട് കേക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതോ കോട്ടയത്തുനിന്ന് എവിടെ ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് എന്നെ വരട്ടെ, ഞാൻ എന്ത് ചെയ്യണം? അല്ല, അമ്മയുടെ മകൻ ഈ ലൈവിൽ കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ
മതത്തിൽപ്പെട്ട ഒരു ഉമ്മ മലപ്പുറത്തുള്ള നമ്മുടെ നാടിനെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യനെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ എന്താ പറഞ്ഞ, എനിക്ക് അങ്ങനെ ഒരു മകനെ വേണ്ടാന്ന് പറഞ്ഞു. ഇല്ലേ, ഓർമ്മയുണ്ടാ? അത് ശരിയമ്മേ. അവനെ നിങ്ങൾ എന്തോ ചെയ്തോ, നമ്മുടെ നാടിന് ഒറ്റ കൊടുക്കുന്ന ഒരു മകനെ എനിക്ക് വേണ്ടാന്ന് നിങ്ങളുടെ കാസ്റ്റിൽ ഒരു ഉമ്മ പറയണെങ്കിൽ ആ സ്ത്രീ എത്ര കണ്ട് വേദനിച്ചിട്ടായിരിക്കും. അതേപോലെ ഒരു അമ്മയാണ് ഞാൻ. എന്നെ ഈ പോലീസുകാർ വിളിച്ച്, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട, എന്നെ നിങ്ങൾ വിളിക്കേണ്ട, ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ്, അറിയോ? ഇവനെ കരുതി. ഞങ്ങൾക്ക് ഈ നമ്പരെ കിട്ടിയുള്ളൂ അമ്മ, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉപയോഗിച്ചത്. സോറി, അമ്മയ്ക്ക് അത് വിഷമായെങ്കിൽ ഞങ്ങൾ അമ്മയെ ഉപദ്രവിക്കാൻ. ഞാനിവിടെ കിടന്ന് ഇന്നലെ എന്നെ ഇവിടെ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള, ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവൻ എന്നെ പറയുന്നത് കേട്ട് ഈ പെണ്ണ് വിളിക്കുമ്പോൾ ഈ പെണ്ണ് കേക്കലെ വിളിക്കും എന്നെ തെറി. എന്നാലോചിച്ച് നോക്കിയേ, എത്ര കണ്ട് വേദന ഉണ്ടാവും നമുക്ക്. അവളത് കേട്ടോണ്ട് നിൽക്കും. ഈ പട്ടി നായന്റെ മോളെ എന്റെ കൈ കിട്ടണ്ടേ? എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവള് ഏതോ ഇവിടെ അടുത്ത്, നമ്മുടെ വീടിന്റെ അടുത്തൊരു അമ്പലത്തിന്റെ അവിടെ വന്നിട്ട് ഇവര് തമ്മിൽ മീറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ കല്യാണം കഴിപ്പിക്കേ, എന്നെ കൊല്ലണ ഇവൻ. എല്ലാ സ്വത്തും പണങ്ങളും വീടെല്ലാം എന്റെ പിറക. ഇവനെ ഞാൻ എന്തൊന്ന് കൊടുത്താലേ ഇവൻ ജീവിക്കുള്ളൂ. ഇവന് ഈ കാണുന്ന ഒരു മോനൊന്നും അല്ല. നിങ്ങൾ ഈ നല്ല ചെറുക്കൻ കണ്ട, നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വായ അങ്ങോട്ട് തുറന്നാണ്ടല്ലേ പെലാട്ടും തെറി വിളിക്കുള്ളൂ എന്നെ. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല്ല. എന്താ പറയാ, എനിക്ക് 65 വയസ്സായി, 65 66 എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും, അറിയാം. അതുകൊണ്ട് ഞാൻ മിണ്ടൂല്ല. നമുക്കിവിടെ ആരാ ഇരിക്കണത്? ഒരു മോനേ ഉള്ളൂ എന്റെ കൊച്ചെ. ഞാൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങ് അറ്റായി. ഈ പട്ടി നായിന്റെ മോൾക്ക് ഇതൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്മ ഇത്രയും പ്രായമുള്ള ഒരു അമ്മേനെ പറയുമ്പോ അവൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്ത് കണ്ടിട്ട് അമ്മ എങ്ങനെ പറയണമെന്നെങ്കിലും ചോദിച്ച് നിർത്ത്, അല്ലെങ്കിൽ അവള് ഫോണ് കട്ട് ചെയ്തിട്ട് പോണം. എന്നെ വിളിക്കണ തെറി മൊത്തം അവള് കേട്ടോണ്ടിരിക്കും. അവളൊരക്ഷരം മിണ്ടൂല, മനസ്സിലായ? കല്യാണം കഴിപ്പിക്കണം, എന്റെ പട്ടി കല്യാണം കഴിപ്പിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കൂല. അവളെ ഇനി ഒരു കെട്ടാ 2 കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ. ഇനി കെട്ടാ. ഞാൻ പറഞ്ഞ നീ കെട്ടും വേണ്ട, നീ അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും, നീ എങ്ങനെ ജീവിച്ചാടാന്ന് പറഞ്ഞ തെണ്ടി നടന്ന് ജീവിക്കണത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി ഇവിടെ. എല്ലാ 2-2.25 കോടിയുടെ ഒരു വീട്, 3 നില വീട്, സിറ്റിയില്. നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ സ്റ്റാച്യൂലോട്ട്, സെക്രട്ടേറിയറ്റിലേക്ക്, അറിയോ? സുഖമായിട്ട് ജീവിക്കാൻ കഴിവുള്ള ഒരു കുട്ടി. ഭിന്നായിട്ട് നാട്ടുകാരും കണ്ണി കണ്ട പെണ്ണുങ്ങളും അല്ലെങ്കിൽ കുറെ ആണുങ്ങള്, നല്ല പയ്യന്മാരൊന്നല്ല, കുറഞ്ഞത് 6 ടിക്കറ്റുകളും കുറെ കൂട്ടുകാരും അവരിവരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയണതേ കേൾക്കുള്ളൂ. ഒരൊറ്റ ആള് നല്ലത് പറഞ്ഞു കൊടുക്കൂല, ഒറ്റ ആള്. അതല്ല ഒരു പണിക്കും പോവില്ല. എത്രയോ എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് VIPsന്റെ ആൾക്കാരുടെ കുട്ടികള്, അവരുടെയൊക്കെ കെയർ ഓഫിൽ പല സ്ഥലത്ത് ജോലിക്ക് കൊണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് അവൻ നിൽക്കൂല, 1 മാസം നിൽക്കും, അതൊക്കെ പോരും. എന്നുവെച്ചാൽ ഇവിടെ എല്ലാത്തിനും സൗഭാഗ്യങ്ങളും എല്ലാ ഭക്ഷണം, വണ്ടി. ഇവനെ കരുതിയിട്ട് ഞാൻ എന്റെ വണ്ടി വിറ്റു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹോണ്ട സിറ്റി ഞാൻ വിറ്റ് ദേഷ്യം വരും വണ്ടിയിൽ എടുത്തിട്ട് ഇടിക്കും. എനിക്കിപ്പോ എന്ത് വണ്ടി മേടിക്കാനും എന്റെ കയ്യിൽ കാശുണ്ട്. എന്നാ ഈ കുട്ടി അത് മനസ്സിലാക്കണില്ല കേട്ടോ. ആള് ശരിക്കും പറഞ്ഞ ശുദ്ധനാണ്. പക്ഷെ ഇവന് കുറെ കൂട്ടുകെട്ടുകളും കുറെ ഇതുപോലത്തെ കുറെ പെണ്ണുങ്ങളും. എന്നിട്ട് പറയണേ, ഞാൻ അവളെ ആലോചിക്കാൻ പോവാ. ഞാൻ പറഞ്ഞ ആരെ? ഈ പെണ്ണിനെ, ഈ വിളിച്ചോണ്ടിരിക്കണ പെണ്ണിനെ. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണ് ഒരു ചെറുക്കന് ഇഷ്ടാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ചെറുക്കന്റെ അമ്മോട് സംസാരിക്കാൻ നോക്കൂലേ കുട്ടി? നല്ല ലെവലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ അമ്മയായിട്ടൊന്ന് സംസാരിച്ച് ചെയ്യും. ഇവളതല്ല, ഇവള് മാറി തെന്നി പോകുന്നു. നിങ്ങൾ ആരും വിചാരിക്കണ എന്നെ നിങ്ങൾ അന്വേഷിച്ചു നോക്കി. ട്രിവാൻഡ്രത്ത് വന്നിട്ട് പറയണ്ട അമ്മയെ പറ്റി നമുക്കറിയാം. എന്നാലോചിച്ച് നോക്ക. ഞാനിവിടെ തീ തിന്നാണ്, അറിയോ? തീ തിന്നാന്ന് പറഞ്ഞാ അതായാലും വെള്ളമില്ലാതെ തീ തിന്നുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന അവൻ എന്നെ പറയാൻ, ഇനി ഞാൻ മാന്യമര്യാദ ലോകത്തുള്ള ഒരു ഇലക്ട്രീഷ്യൻ പയ്യൻ പണിക്ക് ഇവിടെ വരികയെന്ന് വെച്ചോ, എനിക്ക് 66 വയസ്സായ പയ്യൻ, ഒരു 10-28 വയസ്സായ ഒരു പയ്യൻ, നമ്മൾ ഇലക്ട്രീഷ്യൻ വർക്കിന് ഒരു പയ്യനെ വിളിക്കും, സാനിറ്ററി വർക്കിന് ഒരു പയ്യനെ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുറം പണിക്ക് വിളിക്കും. ഇവിടെ ഏതാണുങ്ങൾ വന്നാലും എന്റെ ഇവനേക്കാളും ചെറുപ്പം, ഇവന് 42 വയസ്സായി, ഇവനേക്കാൾ ചെറിയ പയ്യന്മാര് വന്നാലും ഇവൻ ഇവിടെ നിൽക്കില്ല. ഞാൻ ചോദിക്കട്ടെ, കുട്ടിയുടെ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. ഒരു പണിക്കാരൻ വന്നാൽ നിങ്ങൾക്ക് കുട്ടിക്ക് ഒരു ആങ്ങളെ ചെറുക്കണ്ടെങ്കിൽ ആ ചെറുക്ക അവിടെ നിൽക്കണ്ടേ? പണിക്കാര് വീട്ടിൽ വരുമ്പോ ഇവൻ നിൽക്കൂല കേട്ടോ. ഇവിടെ ആരെങ്കിലും അങ്ങ് വന്ന് അവ പോവും. പോയിട്ട് പിന്നെ എന്റെ അടുത്ത് വഴക്കൂടും പറയണേ, ഞാൻ കണ്ട് നിങ്ങളെ എനിക്കറിയാം നിങ്ങളെ ഇപ്പൊ പറയണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സ്വഭാവം. ഇവിടെ തീട്ടം പോരാ ഒരു പയ്യൻ വന്നാലും അവനെയും വെച്ച് തന്നെ പറയും.
കേട്ട് കേട്ട് കേട്ടേ സഹി കേട്ടു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇവന്റെ അച്ഛനായിട്ട് എനിക്കൊരു കേസുണ്ട്, മനസ്സിലായി. ആ കേസ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ കോയമ്പത്തൂരും കേരളത്തിൽ തുടങ്ങിയിട്ടില്ല നാനാ നാനി എന്ന് പറഞ്ഞിട്ട് സീനിയർ സിറ്റിസിന് കൊടുക്കുന്ന ഒരു ഫ്ലാറ്റുകളുണ്ട്. കോയമ്പത്തൂരുണ്ട്, പല ദിക്കിലും ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, അവള് പക്ഷെ ഇതുപോലെ ഭർത്താവായിട്ട് പ്രശ്നമായിട്ടല്ല, അവള് എന്നെ പോലെ ഒരു മോനാണ്. മോൻ നല്ല പയ്യനാ. അവൻ ബാംഗ്ലൂർ ജോലി, നല്ല നില ജീവിക്കുന്ന ബ്രാഹ്മിൺസ് ആണ്. അവള് കോയമ്പത്തൂര് പോയി. അവിടെ ഫ്ലാറ്റ് സീനിയർ സിറ്റിസിന് മാത്രമേ അവിടെ കൊടുക്കുള്ളൂ ഫ്ലാറ്റ്. കാര്യം എന്താന്ന് വെച്ചാല് അവർക്ക് സ്വസ്ഥത, സമാധാനം, ആരും അതിനകത്ത് കയറ്റില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ മരുമക്കളെ കയറ്റി നമ്മളെ കണ്ട പൊക്കോണം, ഇല്ല. സ്വസ്ഥതയും സമാധാനം കൊടുക്കുന്ന ഒരു ഫ്ലാറ്റ്. അപ്പൊ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഫ്ലാറ്റ് നമുക്ക് എഴുതി വെക്കാം. അല്ലാതെ നമ്മളെ ശല്യം ചെയ്യാനോ ഒന്നിനും അവിടെ വരാൻ പറ്റൂല ആർക്കും, മനസ്സിലായോ? ഞാൻ അത് ഒരെണ്ണം ബുക്ക് ചെയ്യാൻ പോവാണ്. ഒരു മുറി മതി എനിക്ക്, ഒരു മുറിയുള്ള ഒരു ഫ്ലാറ്റ് മതി. ഇവനെ കരുതി ഞാൻ എന്റെ ജീവനും കൊണ്ട് പോകാൻ പോണം, മനസ്സിലായോ? ഇവൻ ഒരു തരത്തിൽ കൊച്ചെ നന്നാവൂല. ഇവനെ അച്ചിരി കഴിവുള്ള ഒരു കുട്ടിയാണ്. ഈ കണ്ണി കണ്ട കോമഡികളും നടന്മാരെയൊക്കെ അനുകരിക്കുന്നത്. പക്ഷെ കയ്യിലിരിപ്പ് കൊള്ളൂല. ഈ പെണ്ണെന്നിട്ട് എന്താന്ന് പറ, എനിക്കത് മനസ്സിലായില്ല എന്താണ് കാര്യം. ഇത് നമ്മള് ഞാനും എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാണ്. ഞങ്ങൾ എന്റെ മകനെ വീട്ടിൽ കയറി വെട്ടു എന്ന് പറഞ്ഞു, കൊല്ലു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിത് വധഭീഷണിയല്ലേ? അതാണ് നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുത്തത്. അതിനു മുമ്പ് നമ്മൾ ഇവളെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ, ഇവളെ അയാൾ ഒരു പാവ മനുഷ്യനാണ്. ഇവളുടെ അമ്മ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു പാവ മനുഷ്യൻ. ഇവളുടെ അമ്മ സ്വത്തിന് വേണ്ടിയിട്ട് അയാളോട് കിടന്ന് അടികൂടി അയാളെ ഉപേക്ഷിച്ച് അയാൾ 15 ലക്ഷം രൂപ എന്തോ കോമ്പൻസേഷൻ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ഇത് രണ്ടിനെയും. ഒരുത്തന്റെ കൂടെ പ്രേമിച്ചിറങ്ങിപ്പോയി. ആ താര ഒരുത്തന്റെ കൂടെ പ്രേമിച്ചിറങ്ങിപ്പോയതിലാണ് ഈ കുട്ടിയുള്ളത്. അവര് ആരെങ്ങണ്ട കൊല്ലേ പിടിക്കുകയോ ചെയ്തിട്ട് ജയിലിലാണുള്ളത്. ഇപ്പൊ ഉള്ളത് നിങ്ങളുടെ മകന്റെ പേരാണ് പറയണത്. ദൈവത്തിനാണ് എന്റെ കൊച്ചെ, അത് ഇപ്പഴാ ഞാൻ ഇതൊക്കെ അറിയണത്. ഇത് ബാക്കിയും കൂടെ കേട്ടുള്ളൂ. ആ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, മോളെ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞ അച്ഛൻ ഞാനായിട്ട് ഒന്നിനും വരുന്നില്ല. മനസാക്ഷി ഓർത്ത് എന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചിട്ട് എന്നെ പറ്റി ഇങ്ങനെ മോശം പറയുന്നുണ്ട്. എനിക്കും മക്കളുണ്ട്, എന്റെ കുട്ടികൾ അപമാനിതരാവുകയാണ്. നിങ്ങളുടെ മകൾക്ക് എന്തിന്റെ സോക്കേടാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ്, അങ്ങ് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ മോള് ക്ഷമിക്കുക, എനിക്ക് വേണ്ടി ക്ഷമിക്കുക. അപ്പൊ വയസ്സായ ഒരു മനുഷ്യൻ നമ്മളോടത് പറയുകയാണ്. നമുക്ക് ആ പ്രായത്തില് ഇതാണ് കുടുംബത്തിലെ അവസ്ഥ. ശരിക്കും മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ല് അത് എത്ര യാഥാർത്ഥ്യമാണ്. അമ്മ ഇതാണ്, പിന്നെ എങ്ങനെയാണ് മോൻ ശരിയാവുക? ആകെ കൂടി ഒരൊറ്റ മോൻ മാത്രമേ ഉള്ളൂ. അവനെക്കുറിച്ചാണ് ഈ തള്ള ഇതെല്ലാം പറയുന്നത്. സത്യത്തിൽ ഈ തള്ളയ്ക്ക് എന്താണ് പറ്റിയത്? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ചില ആൾക്കാർക്ക് പ്രായം കൂടുമ്പോൾ സാമൂഹിക പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നൊരു ബോധം ഉണ്ടാവും. താൻ ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്, കലാമണ്ഡലം സത്യഭാമ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വയമായിട്ട് വിശേഷിപ്പിക്കുന്നത് അറിയപ്പെടുന്ന ഒരാളെന്നാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് തൻ്റെ ആ സാമൂഹിക പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ആ അവസ്ഥയെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് പ്രയാസമാവും. തുടർന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനും നിരന്തരം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുവാനുമുള്ള ഏറ്റവും എളുപ്പമായൊരു മാർഗം അത് അഭിമാനത്തോടെ ജീവിക്കുന്ന നല്ല ആൾക്കാരെ അവഹേളിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഈ സംസാരത്തിൽ കൂടി ഇവർ സമൂഹത്തിന് കൊടുക്കുവാൻ ശ്രമിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതായത്, ഞാൻ ലോകം കുറെ കണ്ടതാണ്, നിങ്ങൾ കണ്ടതിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാം. ഒരു വിധത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ തെറ്റേതാണ് ശരി ഏതാണ് എന്ന് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആധികാരികതയുണ്ട്, അത് സത്യമായ കാര്യങ്ങൾ തന്നെയാണ്, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. അടുത്തത്, ഈ സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങൾ, ആ പരാജയങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി ഇതിൻ്റെ പിൻപിലുണ്ട്. അവിടെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സമൂഹം അറിയുന്ന മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ആക്രമിക്കുക, അപമാനിക്കുക, ബോഡി ഷെയ്മിങ് നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങൾ അത് മറച്ചുവെക്കുക എന്നൊരു മനഃശാസ്ത്രം അവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെ മോറൽ നാർസിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ മകൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും തല്ലിപ്പൊളിയായി, ഇത്രയും അധാർമികമായ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്? സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള ടോക്സിക് പാരന്റിങ് എവിടെയുണ്ടോ അവിടെയെല്ലാം തലമുറകൾ ഒരു സമയം കഴിയുമ്പോഴേക്കും പിഴച്ചു പോകും. എൻ്റെ മകനാണവൻ, അവൻ എൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ തന്നെയായിരിക്കണം. ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ളൊരു വാശിയിലാണ് മക്കളെയൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ വളർത്തിക്കൊണ്ടുവരിക.
അങ്ങനെ മകനെ നിയന്ത്രിക്കുവാനും അവനെ അടിച്ചമർത്തി ഭരിക്കുവാനും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ പിള്ളേരുടെ മേൽ ഇതൊക്കെ നടക്കും. പക്ഷേ 10-15 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ പിള്ളേര് സഹി കെട്ടിട്ട് തിരികെ പ്രതികരിച്ചു തുടങ്ങും. ഒരു 20-25 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അധികാരം പലതും കുട്ടികളുടെ കയ്യിലേക്ക് ലഭിച്ചു കഴിയും. ആ സമയത്ത് ഇന്നലകളിൽ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചതൊക്കെ അതെല്ലാം ഓർത്തെടുത്തിട്ട് വർദ്ധിത വീര്യത്തോടെ ഈ അപ്പനെന്ന് പറയുന്ന അമ്മയെന്ന് പറയുന്ന വ്യക്തികൾക്കൊക്കെ നല്ല ഒന്നാന്തരം പണി, നല്ല 8ന്റെ പണി ഈ പിള്ളേർ തിരിച്ചു കൊടുക്കും. ആ കൂട്ടത്തിൽ ദീർഘനാളുകൾ ഈ കുട്ടികളെ ശ്വാസം മുട്ടിച്ച തന്തയും തള്ളയും ഒക്കെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അവർ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കും, മോശമായിട്ടുള്ള ജീവിത ശൈലികളിലേക്കൊക്കെ ഇറങ്ങിപ്പോകും. ഇതൊക്കെ തന്നെയാണ് ഈ സത്യഭാമയുടെ മകനും സംഭവിച്ചിട്ടുള്ളത്. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം ചിത്രമല്ല, ഒട്ടനവധി കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും. സോഷ്യൽ മീഡിയ വഴി പാവം പിടിച്ച ആൾക്കാരെയൊക്കെ ഇതുപോലെ ബോഡി ഷെയ്മിങ് നടത്തുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുക വഴി കാലങ്ങളായി തന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ കോപം, നിരാശ, ഒറ്റപ്പെടൽ, അതിൽ കൂടി നുരഞ്ഞു പൊന്തുന്ന വിഷാംശം, ഇതെല്ലാം മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാൻ വേണ്ടി ഇവർ ഇപ്പോൾ ശ്രമിക്കുകയാണ്. സ്വന്തം കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയൊരു മനസ്സിന്റെ പൊതുപ്രകടനമാണ്. സോഷ്യൽ മീഡിയ വഴി ഇന്ന് ഒരു പുതിയ തൊഴിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നുമില്ലാത്ത, യാതൊരു ഉത്തരവാദിത്വവും വേണ്ടാത്ത ഒരു തൊഴിൽ. ആ തൊഴിലിന്റെ പേരാണ് ഒരു ക്യാമറ ഓൺ ചെയ്തു വെക്കുക, മറ്റുള്ളവരെ അപമാനിക്കുക എന്നുള്ളത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല, ഈ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന വ്യക്തികൾക്ക് സോഷ്യൽ മീഡിയ ആവശ്യത്തിനുള്ള റവന്യൂവും കൊടുക്കും. അപ്പോൾ പിന്നെ താൻ എന്തോ ആണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന ആന്തരികമായി പരാജയപ്പെട്ട വ്യക്തികളുടെ ആ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടേ മതിയാവുകയുള്ളൂ. സ്വന്തം കുടുംബത്തിൽ സമാധാനമില്ല, സ്വന്തം മകനുമായി ബന്ധമില്ല, മരുമക്കളെന്ന് പറയുന്ന ആൾക്കാരെ സഹിക്കാനും കൂടെ നിർത്തുവാനും പറ്റുന്നില്ല. പക്ഷേ നാട് നന്നാക്കണം, നാട്ടിലുള്ള പല ആൾക്കാരെയും മോശക്കാരാണെന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കണം, അവരെ ശുദ്ധീകരിക്കണം. അതിൽ കൂടി 4 ആൾ അറിയുകയും വേണം. അല്പം മുമ്പ് നമ്മൾ കണ്ട ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, അമ്മയെ തെറി പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന മകനാണ് അവരുടെ ഏക മകനെന്ന്. വളർത്തുദോഷം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പക്ഷേ ഇത് ഒരമ്മയുടെ മഹത്വമല്ല, പരാജയപ്പെട്ട മാതൃത്വത്തിന്റെ ദാരുണമായൊരു വിലാപമാണ്. ഒടുവിൽ സ്വന്തം ജീവിതത്തിലെ വീഴ്ചകൾ അത് തുറന്നു സമ്മതിക്കുവാൻ ധൈര്യമില്ലാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി കല്ലുപെറുക്കി എറിയുക, ഇതൊരു മാനസിക പ്രശ്നമാണ്. എന്തായാലും നിയമപരമായി ഇതിനെ നേരിടുക. ഒന്നിനു പിറകെ ഒന്നായി ആക്ഷേപിക്കപ്പെടുന്ന ആൾക്കാർ നിരന്തരം കേസുകളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ 4 ദിവസം കോടതി വരാന്ത കയറി ഇറങ്ങി കഴിയുമ്പോഴേക്കും കുറച്ചൊക്കെ ഒതുക്കം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ 10 പേർ അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് ഇവർക്കെതിരായി വീഡിയോ ഇടുന്നത് കണ്ടിട്ട് അവർ ഒട്ടും തന്നെ ഒതുങ്ങില്ല. അത് കാണുമ്പോൾ അതും ഒരു പബ്ലിസിറ്റി ആയിട്ടും നേട്ടമായിട്ടും മാത്രമേ അവർ കരുതുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹ ശ്രീകുമാർ നിയമപരമായി തന്നെ ഇതിനെ നേരിടുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും, അപ്പോൾ തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.